യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവസന്നിധിയിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ തിരഞ്ഞെടുക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 119 സങ്കീർത്തനം 11 തിരുവചനം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നത് ഏറ്റവും വലിയ ശിക്ഷ അർഹിക്കുന്നതാണ്. ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഏറ്റവും എളുപ്പമാർഗം വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ദൈവവചനം ഏറ്റെടുത്ത് ഹൃദയത്തിൽ ആരെല്ലാം സൂക്ഷിക്കുന്നോ അവർ ദൈവത്തിനെതിരെ പാപം ചെയ്യുവാൻ ഒരിക്കലും അനുവദിക്കപ്പെടില്ല. തിന്മയിൽ നിന്ന് കർത്താവ് അവരെ സംരക്ഷിക്കും. വചനത്തിൻ്റെ ശക്തിയാൽ പാപം ചെയ്യുവാനുള്ള സാഹചര്യം അവരിൽ നിന്നും എടുത്തു മാറ്റപ്പെടും. ദൈവവചനം ആമേൻ ചൊല്ലി നമുക്ക് സ്വീകരിക്കാം. നിങ്ങൾ ദിനം തോറും കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം അത് പാപത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുവാൻ, പാപം ചെയ്യാതിരിക്കാൻ ദൈവം നിങ്ങളെ എപ്പോഴും കരുതലോടെ സൂക്ഷിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. എപ്പോഴും ഓർക്കുക, യേശു നിങ്ങളുടെ രക്ഷകനാണ്. ആ രക്ഷകനായ യേശു നിങ്ങളെ എപ്പോഴും സ്നേഹിക്കുന്നു. ഒരാളോടേലും യേശുവിനെക്കുറിച്ച് പറയുക. യേശുവിൻ്റെ സുവിശേഷം, സദ്വാർത്ത യേശുവിനെ അറിയാത്ത വ്യക്തിക്ക് പകർന്നു കൊടുക്കുക. ദൈവവചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് ഇന്ന് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.